പലപ്പോഴായിട്ട് ആളുകൾ ഇപ്പോൾ ജീവിത സന്ദർഭത്തിലും റിയൽ ലൈഫിലും നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ ആ സിനിമയുടെ അകത്ത് പറയുന്നത് തന്നെ ഇപ്പൊ നമ്മളിതിലില്ല കണ്ടാ മതി അതൊക്കെ എത്രയോ ട്രോളുകളിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന് ഇത്രയും ഒരു കാലത്തെ അതിജീവിച്ചുകൊണ്ടുള്ള സിനിമ റിലീസ് ചെയ്തിട്ട് ഏകദേശം 4 വർഷത്തോളം കഴിയുന്നത്. ഇപ്പോഴും നമ്മളതിലില്ല കണ്ടാ മതി എന്ന് പറഞ്ഞ ഡയലോഗ് വൻ ഹിറ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര റെലവെന്റ് ആണ്. ഇതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ആ ഡയലോഗ് പറയുമ്പോഴൊന്നും നമുക്ക് അത്ര ഇതുപോലെ ഒരു ഇതാകുമെന്നൊന്നും നമ്മൾ കണക്കാക്കിയിട്ടില്ല. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പല കാര്യങ്ങളും നമുക്ക് കാണാനേ പറ്റുള്ളൂ, നമുക്ക് ഇടപെടാനൊന്നും പറ്റത്തില്ല. എല്ലാത്തിലും കയറി ഇടപെടാൻ പറ്റില്ല. പറ്റിയാൽ നമുക്ക് പണിയായിരിക്കും, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും പണിയായിരിക്കും. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടു നിൽക്കുക, അതവിടെ നിസ്സഹായനായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ പല സന്ദർഭത്തിലും. അപ്പം അതൊരു കോമൺ ഫാക്റ്റാണ്. എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പിഴവുകളുടെ ഒരു പ്രധാന കാര്യം ഇതാണ്. കാണുന്നതിനൊക്കെ നമ്മൾ കയറി എടുത്തിയാടുക എന്ന് കരുതി നമ്മൾ പ്രതികരണശേഷി ഇല്ലാതെ നിൽക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പ്രതികരിക്കേണ്ടത് നമ്മളെയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രതികരിക്കാൻ. നമ്മുടെ സാഹചര്യം കൂടെ നോക്കണം. നമുക്കൊരു പരിചയമില്ല, ഒന്നുമില്ല, ചുറ്റും ശത്രുക്കൾ മാത്രമാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാതെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത്. അവിടെ നമ്മൾ സുരക്ഷിതമായി നിന്നുകൊണ്ട് വേണ്ടേ നമ്മൾ പ്രതികരിക്കാൻ. കാരണം അതുകൂടെ നോക്കണം, എങ്കിലേ നമ്മൾ പ്രതികരിക്കുന്നതിനകത്ത് അർത്ഥമുള്ളൂ. ഇത് മുന്നോട്ട് ഈ പ്രതികരണം മുന്നോട്ട് പോകണമല്ലോ. പോകണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണ്ടേ? അപ്പം ജീവിച്ചിരിക്കാനുള്ള അടിസ്ഥാനപരമായ സാഹചര്യം കൂടെ കണ്ടെത്തിക്കൊണ്ട് വേണം. ബുദ്ധിയില്ലായ്മയാണ് മറ്റേ ചാടിക്കേറി ചാവിനൊരു തട്ടും തന്ന് അതോടുകൂടി തീർന്നെങ്കിൽ അത് ബുദ്ധിയില്ലായ്മയെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇവൻ കുഴപ്പക്കാരനാണ്, ഇവൻ പ്രശ്നക്കാരനാണ് എന്ന് തോന്നിയാൽ ഇവനെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ പറയുന്നത്. അവൻ ശക്തനാണെങ്കിൽ അവനെ എങ്ങനെ നമ്മൾ നേരിടാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ചാടി ഇറങ്ങാവുള്ളൂ. അതില്ല ചുമ്മാ ചാടിക്കയറി ഇപ്പോൾ ഒരുത്തൻ തോക്കുമായിട്ട് നിൽക്കുന്ന ഒരുത്തൻ്റെ നേരെ വെടിവെക്കടാന്ന് പറഞ്ഞ് എന്ന് കഴിഞ്ഞാൽ അയാളൊറ്റ വെടി വെച്ചാൽ തീർന്നില്ലേ? അവനൊന്ന് വിരട്ടാൻ വേണ്ടി എന്നാൽ വെക്കടാന്ന് പറഞ്ഞ് ചെല്ലുന്നത്. പക്ഷേ അത് അബദ്ധമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത്, ഈ മാവേലിക്കരയ്ക്കടുത്ത് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു വീട്ടിൽ സംഭവം ഉണ്ടായി. ഒരു റിട്ടയർഡ് SI ആയിരുന്നു അദ്ദേഹം. ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇപ്പം അവിടെ എന്തോ തർക്കമുണ്ടായി, ഈ തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നമുണ്ടായി. അപ്പോൾ അങ്ങനെ വീട്ടിൽ പരപ്രാവശ്യം ഇവർ ചെന്ന് അലമ്പുണ്ടാക്കാനായിട്ടൊക്കെ ചെന്നു. അപ്പോൾ പെണ്ണുങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ പ്രശ്നങ്ങളായി. അങ്ങനെ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ സ്റ്റേഷനിലുണ്ട്. ഒരു പ്രാവശ്യം ഇവർ അവിടെ എല്ലാ കൂട്ടത്തോടെ ആ വീട്ടിൽ ആക്രമിക്കുക, എന്തോ തൊഴിൽ പ്രശ്നം, എന്താ സാധനം കൊണ്ട് ഇറക്കാനോ അങ്ങനെ എന്തോ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഇവരെല്ലാം കൂടെ ചെന്നു. ഇവിടെ എല്ലാം കൂടെ ചെന്ന് പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാർ കൂടെയൊക്കെ നിന്നെ അങ്ങനെ ചെയ്തുകളും ഇങ്ങനെ ചെയ്തുകളും മറ്റേ മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഈ വീടിൻ്റെ മുൻവശത്തെ കതകിൻ്റെ 4 പാളികളായിട്ടുള്ള ഇതാണ്. അപ്പോൾ 2 പാളി അടച്ചിട്ടിട്ട് അതിനകത്ത് കുറ്റി ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അതേ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തിണ്ണയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇവർ ഏതാണ്ട് പറഞ്ഞ് ഭയങ്കര നിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായപ്പോൾ പുള്ളി അകത്ത് പോയി തോക്കെടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേന് ഇവരെ ഒന്നുകൂടെ ഇതായി എന്താ ഇടാ വെടിയെന്ന് പറഞ്ഞു. പുള്ളി ഒറ്റ വെടിയും വെച്ചു. അതായത് പറയുന്നത് പോയിന്റ് ബ്ലാങ്ക് പോയിന്റിൽ നിന്നാണ് വെടിവെക്കുന്നത്. അത് തട്ടിപ്പോയി. അന്നേരം അതിന് കേസ് നടന്ന് അങ്ങനെ വെറുതെ വിട്ടു കോടതി. പല കാര്യമുണ്ടോ അവിടെ? അവിടെ തോക്കാണ് ഇരിക്കുന്നതെന്നുള്ളവരും സാമാന്യ രീതിയിൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്തത്. അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി അവിടെ. അതായത് ഈ വിവേചനത്തെ കീഴടക്കുക എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ വിവേകത്തെ കീഴടക്കി അവൻ്റെ ആവേശം, അത് ബുദ്ധിമോശമാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ എടുത്തിയാടിയിട്ട് കാര്യമുണ്ടോ? ഇത്രയൊക്കെ ചിന്തിക്കുമായിരുന്നല്ലോ ഡയലോഗ് പറഞ്ഞ. അതെ, ഇതൊക്കെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആ സിനിമ ഇറങ്ങുന്നത് വലിയ വിജയമാവുന്നു, എല്ലാ ഇൻഡസ്ട്രിയിലും അത് ടോക്കാവുന്നു, എല്ലാ തിയേറ്ററുകളിലും അത് ആള് കയറുന്നു. ഒരുപാട് കാലത്തിന് ശേഷം മലയാള സിനിമയ്ക്ക് അതിൻ്റെ എല്ലാ അന്തസ്സത്തോടും കൂടി തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നൊക്കെ എഴുതുന്നു. ഇതൊക്കെ മനസ്സിലാക്കുന്നതിനും അല്ലെങ്കിൽ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു അദ്ദേഹമായിട്ട്? മൊത്തം വിജയമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് വിളിച്ച് ഓരോ ദിവസം കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും. 2 ദിവസം കൂടുമ്പോഴാണേലും വിളിക്കും. വിളിച്ചിട്ട് അദ്ദേഹം ഇടയ്ക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ കയറുന്നതിൻ്റെ തലേൻ്റെ തലേദിവസം 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചു.
സാറേ നാളെ കഴിഞ്ഞല്ലേ ഓപ്പറേഷൻ എന്ന് ഇന്നലെ പറഞ്ഞു. അതെ ചേട്ടാ നാളെ കഴിഞ്ഞ ഓപ്പറേഷൻ, ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ചേട്ടാ കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല, അതിന് വേണ്ടിയിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് ഇരുന്നോ എന്ന് പറയാം, എന്നാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം വിളിച്ചാൽ എന്നെ കിട്ടത്തില്ല, ഞാൻ ഇപ്പോൾ മറ്റന്നാൾ ഓപ്പറേഷൻ കയറും, നാളെ ഫോണൊക്കെ ആരുടെയിലേക്കായിരിക്കും. അപ്പം ഞാൻ അതിൽ നിന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചേട്ടനെ വിളിക്കാം. വിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൂകാംബികയ്ക്ക് പോകണം. ഒരു 15 ദിവസം ചേട്ടൻ വേറെ വള്ളിക്കെട്ടുകളൊന്നും പിടിക്കരുത്, നമുക്ക് അവിടെ മൂകാംബികയിലിരിക്കണം. 15 ദിവസം ചേട്ടൻ കൂടെ വേണം. നമുക്ക് അടുത്ത സംഭവം അവിടെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നു. ഒരാഴ്ച ഇവിടെ വന്നിട്ട് മറ്റു കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ലൊക്കേഷനൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് പടം തുടങ്ങാമെന്ന് പറഞ്ഞു. മൂകാംബികയാണല്ലോ എഴുതാനിരിക്കുന്നത്. അവിടെ അപ്പോൾ അന്നേരം എന്നോട് കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് സക്സസ് ആയി എന്നുള്ള വിവരം അറിഞ്ഞു. ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നറിഞ്ഞ് പിന്നെ ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. ഇന്നുപോലെ ഒരു പ്രശ്നമുണ്ട്, കറക്റ്റാണോ എന്താണെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ സത്യമായിരുന്നു സംഭവിച്ചു. അപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ആണ് അറിയാൻ കഴിഞ്ഞത്. 6 മണിക്കൂറോളം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രശ്നമില്ലാതെ ഇരുന്നു. പെട്ടെന്നാണ് ഇതുണ്ടാകുന്നത്. എന്നാലും ഒരു ഗുരു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഗുരുദക്ഷിണയാണ് പിന്നീട് അങ്ങോട്ട് ചെയ്യുന്ന സിനിമകളെന്ന് സാറിന് തോന്നാറുണ്ടോ? ഞാൻ ഓർക്കും. കാരണം അതിനു മുമ്പിലെ 50 വർഷത്തെ എൻ്റെ യാത്ര, ഒരുപാട് സംവിധായകർ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനൊക്കെ എനിക്ക് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരൊക്കെ ആയിട്ട് ചാൻസ് ചോദിച്ചു ഒക്കെ ആയിട്ട് ഇരുന്നു. അതിലൊന്നും എനിക്ക് അവരോട് പരാതിയോ പരിഭവമൊന്നുമില്ല. ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ചിരുന്ന, ഒരു പായിൽ കിടന്നുറങ്ങിയ സുഹൃത്തുക്കൾ, അന്വേഷണം ഈ സിനിമയെ പോലെ തന്നെ ഞാൻ നടനാകാൻ പോകുമ്പോഴും അതുപോലെ തന്നെ അവർ സംവിധായകരാകാൻ വേണ്ടിയിട്ടും അന്വേഷിച്ച് വന്ന് കിടക്കുന്ന സമയത്ത് അങ്ങനെ കിടന്നിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ പിന്നീട് സംവിധായകരായി 10-30, 10-40 പടങ്ങളൊക്കെ എടുത്ത സംവിധായകരുണ്ടാകുന്നുണ്ട്. ഈ 2 പേരിൽ ആരൊക്കെ ആയിക്കോട്ടെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പടത്തിലും എനിക്ക് അഭിനയിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല കേട്ടോ. ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ ചോദിക്കുന്ന കാര്യമില്ല. ഒരിക്കൽ നിങ്ങൾ ചോദിക്കുകയാണ്, എന്താ ചോദിക്കാഞ്ഞെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചിട്ടുള്ള വേണ്ട. വർഷങ്ങളായിട്ട്, ഒരു മാസങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിച്ച് ഒരു വായിൽ കിടന്നുറങ്ങിയിട്ടുള്ള ആളിനോട് പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? എന്തിനാ ചോദിച്ചിട്ട് കിട്ടുന്ന അതിനകത്ത് ഒരു ഇതില്ല, ആത്മാർത്ഥത ഇല്ല വിശ്വസിക്കുന്നവരെ. അങ്ങനെയുള്ളവർ ചോദിക്കേണ്ട കാര്യമില്ല. അവൻ എന്തിനാ ഇത്ര വർഷം അവിടെ എന്നോടൊപ്പം അല്ലെങ്കിലും ഇത്രയും മാസങ്ങളല്ല ഇത്രയും ദിവസങ്ങൾ അവിടെ മദ്രാസിൽ വന്ന് കിടന്ന് പട്ടിണി കിടന്നത് എന്തിനാ എന്ന് ചിന്തിക്കാൻ ഒരു സുഹൃത്തിന് സാധിക്കത്തില്ല. പിന്നെ ആ സുഹൃത്തിനോട് എന്തിനാ നമ്മൾ ചോദിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ കുറ്റം പറയല്ല, സിനിമ അതാണ്. അങ്ങനെ കഴിഞ്ഞിരുന്ന എനിക്ക് മലയാള സിനിമയിലേക്ക്, അതിൻ്റെ മുൻനിരയിലേക്ക് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള ഒരു യോഗ്യത, അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്റ്റാറുകളുടെ ഒപ്പം അല്ലെങ്കിൽ അടുത്ത ലൈനിലെങ്കിലും തൊട്ട് പുറകിലെങ്കിലും ഇരിക്കാൻ ഉള്ള ഒരവസരം അതിനൊരുക്കി തന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ എങ്ങനെയാണ് കാണണ്ടെങ്കിൽ ഏത് രീതി പറഞ്ഞ് ഇതാക്കും, അതെൻ്റെ മനസ്സിലുള്ള കാര്യമാണ്. നമ്മളത് പുറമേ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇതിനെക്കുറിച്ചൊരു ഇത് പറയാം. ഇപ്പം പറയാതിരിക്കാൻ എനിക്ക് വയ്യ, അതാണ് എൻ്റെ അവസ്ഥ.